വയനാട് കൂടൽക്കടവിൽ ആദിവാസി മധ്യവയസ്കനെ റോഡിൽ വലിച്ചിഴച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി. വധശ്രമത്തിന് പുറമെ പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ വകുപ്പാണ് ചുമത്തിയത്. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന SMS വിഭാഗമാണ് കേസ് അന്വേഷിക്കുക. പ്രതികൾക്ക് ഇനിയും കിട്ടാനുള്ള പ്രതികൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. KR അനൂപ് ചേരുന്നു വയനാട്ടിൽ നിന്ന്. അനൂപ്, നമ്മുടെയൊക്കെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകാനുണ്ട്. അതെ, മാനന്തവാടി കൂടൽക്കടവ് ചെമ്മാട് ഉന്നതിയിലെ മാതനാണ് ആക്രമണത്തിനിരയായത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇനി 2 പേരെ കൂടിയാണ് പിടികൂടാനുള്ളത്. കഴിഞ്ഞ ദിവസം പിടികൂടിയത് കന്യാപട്ട സ്വദേശികളായ സുജിത്ത്, മുഹമ്മദ് അർഷിദ്, അഭിറാം കെ സുജിത്ത്, മുഹമ്മദ് അർഷിദ് എന്നിവരെയായിരുന്നു. ഇവരെ മാനന്തവാടി പോലീസ് കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ വെച്ചാണ് പിടികൂടിയത്. ഇവർക്ക് എതിരെ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ പ്രതികൾക്കെതിരെ ഈ ട്രൈബൽ അട്രോസിറ്റി, അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമപ്രകാരം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന SMS വിഭാഗം ആണ് ഇനി കേസ് അന്വേഷിക്കുക. SMS വിഭാഗം മാനന്തവാടി DSP ആണ്. ഈ പിടിയിലായവർ സംബന്ധിച്ച് അവരുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പ്രാഥമികമായ മൊഴി ശേഖരണമെല്ലാം പോലീസ് നടത്തിയിരുന്നു. SC/ST വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം വിചാരണ ചെയ്യുന്ന മാനന്തവാടിയിലെ പ്രത്യേക കോടതി ഇവരെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ഇനി 2 പേരെ കൂടിയാണ് ഈ സംഭവത്തിൽ പിടികൂടാനുള്ളത്. ഈ സംഭവം നടക്കുമ്പോൾ കാറിലുണ്ടായിരുന്ന TP നബീൽ കമർ, അതോടൊപ്പം വിഷ്ണു എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇവരുടെ ഒളിവിലാണ്. ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഇവർ ജില്ലയ്ക്ക് പുറത്തേക്ക് കടന്നിട്ടുണ്ടാകുമെന്നൊരു നിഗമനത്തിൽ കൂടിയാണ് പോലീസ്. ഏതായാലും വിശദമായ ഒരു പരിശോധന വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തുന്നുണ്ട്. ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസും ഇതിന്റെ പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ വയനാട് ജില്ലയിൽ ഇവർ ഇല്ല എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയും പല മേഖലകളിലും അത് നൽകുകയും എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ പയ്യമ്പള്ളി കൂടൽക്കടവ് ചെമ്മാട് ഊരിലെ മാതൻ ആക്രമണത്തിനിരയായി അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണുള്ളത്. ഈ കാറിൽ വലിച്ചിഴക്കപ്പെട്ട മൂലം അദ്ദേഹത്തിന്റെ കാലിനും ശരീരത്തിന്റെ പുറകുവശത്തും അതോടൊപ്പം തലയ്ക്കുമെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. കൈക്ക് ചെറിയ പൊട്ടലുണ്ട് വിരലിന്. ഏതായാലും ആ വിധത്തിൽ അദ്ദേഹത്തിന്റെ ചികിത്സ തുടരുകയാണ്. ആവശ്യമെങ്കിൽ വിദഗ്ധ ചികിത്സ നൽകുന്നതിനുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ മാനന്തവാടി മെഡിക്കൽ കോളേജ് അധികൃതരോട് മന്ത്രി ഓർകൾ ഉൾപ്പെടെ നിർദ്ദേശിച്ചിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ ആ വിധത്തിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം 2 പേരെ പിടികൂടിയത്. മറ്റു 2 പേർക്ക് വേണ്ടിയിട്ടുള്ള പോലീസ് അന്വേഷണം ഈ വിധത്തിൽ ഊർജിതമായി തുടരുകയും ചെയ്യുകയാണ്. വയനാട്ടിൽ ആദിവാസി മധ്യവയസ്കനെ കാറിൽ കെട്ടിവലിച്ച സംഭവത്തിൽ 2 പേരെ പിടികൂടി. മറ്റുള്ളവർക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അനൂപാണ് വിവരങ്ങൾ നൽകിയത്.